ഹായ് എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഞങ്ങൾ കുട്ടിക്കാനം വാഗമണ്ണൊക്കെ പോയിട്ട് പിന്നീട് എങ്ങോട്ട് പോകണം ചിന്തിച്ചിരിക്കുമ്പോഴാണ് എന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ അടുത്തുള്ള സാമ്പ്രാണിക്കൊടിയിലോട്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ നേരെ വണ്ടി എടുത്ത് നേരെ വിട്ടു സാമ്പ്രാണിക്കൊടിയിലോട്ട്. അവിടെ ചെന്നപ്പോൾ നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് മുന്നിൽ കണ്ട ഹോട്ടലിൽ കയറി ഒരു 80 രൂപ കൊടുത്തിട്ട് നല്ലൊരു ഊണും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു ഊണും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഞാനും സാറേയും ഒരു ഊണ് കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നേരെ പോകുന്നതിന് നമ്മുടെ സാമ്പ്രാണിക്കൊടി ഐലൻഡിലേക്കാണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് താഴെയും പാർക്കിംഗ് അവൈലബിൾ ആണ്. നമ്മൾ വരുമ്പോൾ തന്നെ നമ്മളെ കുറേ പേര് വിളിച്ച് അവരുടേതായ സ്വന്തം പാർക്കിങ്ങിലോട്ട് കയറ്റി വിടാറുണ്ട്. അങ്ങനെ കയറുമ്പോൾ നമ്മളൊരു 30 രൂപ അവിടെ ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ അവിടെ ഞങ്ങൾ നേരെ പോകുന്നത് ടിക്കറ്റ് കൗണ്ടറിലേക്കാണ്. ഈ സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന ഒരു കിടിലൻ സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ കുറേ നാളുകൊണ്ട് ഇവിടെ പോകണമെന്ന് ആഗ്രഹിക്കുമായിരുന്നു. പക്ഷേ അന്നേരം നടന്നിട്ടൊന്നും ഉണ്ടായിരുന്നു. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ ഒരു സാമ്പ്രാണിക്കൊടി കാണാൻ വേണ്ടി വരുന്നത് കേട്ടോ. സാറ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം വന്നപ്പോഴും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇവർ ഈ കൗണ്ടറിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തത്. 150 രൂപയാണ് ഇങ്ങോട്ടേക്കുള്ള എൻട്രി ഫീസ്. പക്ഷേ ഞങ്ങൾ ഈ വട്ടം നോക്കിയപ്പോൾ നമ്മുടെ ഓൺലൈനിൽ കാണുന്നുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഈ മെയ് 1 മുതൽ ഓൺലൈനിൽ കൂടെ മാത്രമേ ടിക്കറ്റ് അവൈലബിൾ ഉള്ളൂ എന്ന്. അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ച് ഞങ്ങൾ അവിടുന്ന് 2 ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ ഓൺലൈനിൽ എടുത്തിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടെ ഓഫ്ലൈനായും ടിക്കറ്റ് അവരെ കൊടുക്കുന്നുണ്ടെന്നുള്ളത്. അതുകൊണ്ട് ടിക്കറ്റ് എടുക്കുന്നവർക്ക് ഓഫ്ലൈനായും ഓൺലൈനായും ടിക്കറ്റ് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നേരെ പോകുന്നത് ബോട്ടിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. ഈ കാണുന്ന ഒരു ഫാമിലി റെസ്റ്റോറൻ്റാണ്, ലേ അറബിയ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കയറുന്ന ഭക്ഷണം കഴിക്കാം. നമ്മൾ ഇവിടുത്തെ കൗണ്ടറിൽ നമ്മുടെ ഓൺലൈൻ ടിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അവർ നമുക്കൊരു ഫിസിക്കൽ ടിക്കറ്റ് നമുക്ക് തരുന്നതായിരിക്കും. ആ ടിക്കറ്റ് കൊണ്ട് നമ്മൾ നേരെ പോയിട്ട് ബോട്ടിൻ്റെ ആളെ കൊണ്ട് കാണിക്കുക. അവർ പറഞ്ഞതനുസരിച്ചിട്ട് വേണം നമ്മൾ ബോട്ടിലോട്ട് കയറാനായിട്ട്. ഏകദേശം ഒരു 8 പേർക്ക് കയറാവുന്ന ബോട്ടാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ ബോട്ട് കയറിയപ്പോൾ തന്നെ ഏറ്റവും മുമ്പിൽ പോയിട്ട് ലൈഫ് ജാക്കറ്റ് വിട്ട് ഞങ്ങൾ സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം മുന്നിലിരിക്കുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഏറ്റവും മുന്നിലായിരുന്നു ഇത്. എല്ലാവരും കയറി സെറ്റായപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ അവിടുന്ന് വണ്ടി എടുക്കാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ ബോട്ട് എടുത്തിട്ട് ഏകദേശം ഒരു 5 മിനിറ്റിനോളം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന ആ ഒരു ദ്വീപിലേക്ക് എത്തും. വെള്ളത്തുരുത്തുകൊണ്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു അടിപൊളി ഒരു ദ്വീപാണ് ഈ സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നു സീസണിലൊക്കെ ആകുമ്പോൾ ഒരുപാട് ആൾക്കാർ എല്ലാ ദിവസവും വന്നു പോകുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏത് ബോട്ടിലാണോ ഇങ്ങോട്ടേക്ക് വന്നത് അത് എവിടെയാണോ നമ്മൾ ഇറക്കുന്നതെല്ലാം ഓരോ കൗണ്ടറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ആ ബോട്ടുകാരോട് പ്രത്യേകം ചോദിക്കണം ഏത് കൗണ്ടറാണെന്നുള്ളത്. ആ ഇറങ്ങിയ കൗണ്ടറിൽ നിന്ന് തന്നെ വേണം തിരിച്ച് നമ്മൾ കയറുവാനായിട്ട്. അതല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ബോട്ടിൽ കയറി നമ്മൾ ഏതെങ്കിലും ഗുദാമിൽ പോയി ഇറങ്ങേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഇവിടെ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏത് ബോട്ടിൻ്റെ ഏത് കൗണ്ടറിലാണോ നമ്മൾ ഇറങ്ങുന്നത് അത് ഓർത്ത് വെക്കുകയും അവിടുന്ന് തന്നെ തിരിച്ച് കയറുകയും ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ബോട്ടെന്നൊക്കെ ഇറങ്ങിയപ്പോൾ ഭയങ്കര ആവേശമായിരുന്നു. കാരണം ആകെ മുട്ടറ്റം വരെ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഒരുപാട് പേര് നടക്കുകയും അതുവഴി ചാടുകയും കുളിക്കുകയും എടുത്ത് ചാടുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ സഞ്ചാരികളെ ആകർഷിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഈ ബോട്ടിൽ കയറിയിട്ട് ഏകദേശം ഒരു 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 1 മണിക്കൂറോളം കണ്ടൽക്കാടിൻ്റെ നടുവിലൂടെ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും എല്ലാം ലഭിക്കുന്നതാണ്. ഒരു പാക്കറ്റിന് ഏകദേശം 50 രൂപയാണ് അവർ നമ്മുടെ നിന്ന് മേടിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വെള്ളം കണ്ട ആവശ്യത്തിൽ ഞങ്ങൾ വള്ളത്തിൽ ചാടി കയറി. പിന്നെ ഇനി കണ്ടൽക്കാടിനിടയ്ക്കൂടെയൊക്കെ ഒന്ന് പോയിട്ട് വരാം എന്നുള്ള ചിന്തയായിരുന്നു. പണ്ട് നമ്മൾ ഈ മാന്ത്രിക സിനിമ കാണുമ്പോൾ മോഹൻലാൽ വില്ലന്മാരെ തകർക്കാൻ വേണ്ടി പോകുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ആ ഒരു മ്യൂസിക്കും ആ ഒരു കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ കണ്ടൽക്കാടിനെ പറ്റിയിട്ട് ഉള്ള എൻ്റെ ഒരു അറിവ്. അപ്പോൾ അങ്ങനെ ഈ ഒരു 100 രൂപയ്ക്ക് എന്നാൽ കണ്ടൽക്കാട്ടിൽ കൂടെ കയറി ഒന്ന് കാണാം, ഒന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ 100 രൂപ കൊടുത്തിട്ട് ഈ ഒരു വള്ളത്തെ കയറി അങ്ങോട്ട്. നമ്മൾ ഈ വള്ളത്തെ കയറി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പാടെ ബുദ്ധിമുട്ടായി. കാരണം വെയിലടിച്ച് നമ്മൾ ആകെപ്പാടെ കരിഞ്ഞു പോയി. പിന്നെ നമ്മൾ ഇവിടെ പോകുന്നവർ എന്തായാലും ഒരു കുടയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ഈ ഒരു ഉച്ച വെയിലത്തൊക്കെ ഇങ്ങനെ ബോട്ടിൽ പോകാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ കരുതണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കരിഞ്ഞുണങ്ങി ഒരുമാതിരി കറുത്തമുന്തിരിങ്ങ പോലെ ആയിപ്പോവും. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടൽക്കാട് കാണാൻ പറ്റി. കണ്ടൽക്കാടെന്ന് പറയുന്നതല്ലാതെ ഇതുവരെ കണ്ടൽക്കാട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പോഴാണ് അതിന് നമുക്കൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ കണ്ടൽക്കാടിൻ്റെ ഒക്കെ ഇടയ്ക്കൂടെ യാത്ര ചെയ്യുമ്പോൾ കുറേ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. പലതും പ്രൈവറ്റായിട്ടുള്ള ആൾക്കാരുടെയാണ് റിസോർട്ടും കാര്യങ്ങളൊക്കെ. ഭക്ഷണം കഴിക്കേണ്ടവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോട്ടിലെ ആളോട് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ നിർത്തുകയും അവിടുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ സാധിക്കുകയും ചെയ്യും. അങ്ങനെ കണ്ടൽക്കാടിൻ്റെ നടുക്കുള്ളതാണ് ഞങ്ങളുടെ യാത്ര. സാറ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു നമുക്ക് വെള്ളത്തിൽ ഇറങ്ങണം. പക്ഷേ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ വെള്ളത്തിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വട്ടം നമ്മുടെ ബോട്ടിലെ പയ്യൻ അങ്ങനെ വെള്ളത്തിൽ ഇറക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റേതായ ഒരു സങ്കടം അവൾക്കുണ്ടായിരുന്നു. അങ്ങനെ ബോട്ടിലുണ്ടായിരുന്ന കുറച്ച് പേര് ഫോട്ടോ എടുക്കുന്നു, കുറച്ച് പേര് വീഡിയോ എടുക്കുന്നു, കുറച്ച് പേര് സംസാരിക്കുന്നു, കുറച്ച് പേര് കണ്ടൽക്കാട് നോക്കിയിരിക്കുന്നു. ഞാനും സാറേ മുഖത്തോട് മുഖം നോക്കി വെയിലും അടിച്ച് ആ പാടെ പുകഞ്ഞ് വല്ലാത്തൊരു. അങ്ങനെ ഏകദേശം 1 മണിക്കൂറത്തെ കറക്കത്തിന് ശേഷം ബോട്ട് തിരിച്ച് ഞങ്ങളെ എടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. അങ്ങനെ കണ്ടൽക്കാടിനോടും മാന്ത്രിക സിനിമയോടും ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് ഞങ്ങളെ എടുത്ത സ്ഥലത്തേക്ക് തന്നെയാണ്. ഞങ്ങൾ തിരിച്ച് അങ്ങ് ചെന്നപ്പോഴത്തേക്ക് ഏകദേശം മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളിലാണെങ്കിൽ കുടയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല.
കുറച്ച് നേരം ഞങ്ങൾ ആ വള്ളത്തിൻ്റെ അവിടെയും പിന്നെ ഫ്ലെക്സിൻ്റെ അവിടെയും പിന്നെ ഇടയ്ക്ക് കാട്ടിലൊക്കെ കയറി കുറച്ച് നേരമൊക്കെ അവിടെ നിന്നിട്ട് എന്നാൽ മഴ തോരുമ്പോൾ പോകാമെന്നുള്ള പ്ലാനിലായിരുന്നു. കുറച്ച് നേരം ഈ കാട്ടിനകത്ത് കയറി നിന്നു. പക്ഷേ ഇവിടെ നിന്നിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ മഴയൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയി ഞങ്ങളെ ബോട്ട് എവിടെയാണോ ഇറക്കിയത് ആ ഒരു കൗണ്ടറിൻ്റെ അവിടെ പോയി സ്ഥാനം പിടിച്ച് നിന്നു. ഇനിയും ബോട്ട് വരുമ്പോൾ അതേ കയറിയിട്ട് വേണം തിരിച്ച് ഞങ്ങൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തോട്ട് പോകാനായിട്ട്. ഈ കാണുന്ന കച്ചവടക്കാരൊക്കെ മുഴുവൻ സമയം വെള്ളത്തിൽ നിന്ന് ജോലി ചെയ്യുന്നവരാണ്. ശരിക്കും പറഞ്ഞാൽ ഇവർ ഇത്രയും സമയം എങ്ങനെ വെള്ളത്തിൽ നിൽക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് അതിശയം തോന്നും. അങ്ങനെ കുറേ നേരം അവിടെ നിന്നിട്ട് അപ്പോഴത്തേക്ക് ഞങ്ങളുടെ ബോട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ ബോട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ പിന്നെയും കയറി സ്ഥാനം ഉറപ്പിച്ചു. ഇനി അവിടെ നേരെ നമ്മുടെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തോട്ട് വേണം പോകാൻ. നാട്ടിലൊക്കെ വെക്കേഷനൊക്കെ വരുന്നവർ ഉറപ്പായിട്ടും പോകേണ്ട സ്ഥലമാണ് ഇത്. ഫാമിലിയായിട്ടൊക്കെ പോയി ഒരു ദിവസം ഒരു അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ് ഈ ഒരു സാമ്പ്രാണിക്കൊടി. ഈ ചെങ്ങന്നൂർ ഭാഗത്തുനിന്ന് വരുന്നവർക്ക് നേരെ ചാരുമൂട് താമരക്കുളം പിടിച്ച് വലിയ ട്രാഫിക്കൊന്നും ഇല്ലാതെ നേരെ കൊല്ലം സാമ്പ്രാണിക്കൊടിയിൽ ഏകദേശം ഒരു മണിക്കൂറും ഒരു 35 മിനിറ്റ് കൊണ്ട് എത്താനായിട്ട് സാധിക്കും. മറ്റുള്ള റോഡിലൊക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ചൂടും കാര്യങ്ങളൊക്കെയുള്ള ഈ ഒരു സമയത്ത് മാക്സിമം ട്രാഫിക്കൊക്കെ ഒഴിവാക്കി വരുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും നല്ല കടയിൽ കയറിയിട്ട് നല്ലൊരു മോരും വെള്ളം കുടിക്കണം. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞങ്ങളൊരു കട കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കയറിയിട്ട് ഒരു യമനി മന്തി കഴിക്കണമെന്നാണ് സാറുടെ പ്ലാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ട്രൈ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ നേരെ വീട്ടിലോട്ട്. അപ്പോൾ കാഴ്ചകളൊന്നും സാധിക്കുന്നില്ല, യാത്രകളും. അതുപോലെ തന്നെ ബൈ ബൈ ഫ്രം ടൈം ട്രാവലർ.